Hi friends, എല്ലാവർക്കും ടെക്നിക്കൽ ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ചെവിയിൽ കാണുന്ന ഈ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോണിനെ കുറിച്ചിട്ടുള്ള അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിരിക്കുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ പരിശോധിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെബ്രോണിക്സിൻ്റെ സൗണ്ട് ബോംബ് എന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ താഴെ നിങ്ങൾക്ക് എഴുതിയതൊക്കെ കാണാം. വയർലെസ് ബ്ലൂടൂത്ത് 5 വെർഷൻ 5.0 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ എഴുതിയത് കാണാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഒക്കെ എഴുതി കാണാം. വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട്, ടച്ച് കൺട്രോൾ, ഡാഷ് പ്രൂഫ്, കോൾ ഫങ്ഷൻസ്, ടൈപ്പ് സി ചാർജിങ് എന്നിങ്ങനെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ചിട്ടുള്ള എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിനുള്ളിൽ ഒരു ബോക്സ് ഉണ്ട്. ഇനി നമുക്കതൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോക്സ് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാം, ഇപ്പോൾ ഈ ഒരു ബോക്സിനുള്ളിൽ കാണുന്നത് ഒരു കേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേസ്. അപ്പോൾ ഈ ഒരു കേസിലിട്ടിട്ടാണ് ഈ ഒരു ഹെഡ്ഫോൺസ് ചാർജ് ചെയ്യുക. അടുത്തായി നമുക്കിവിടെ 2 ഹെഡ്ഫോൺ കാണുന്നുണ്ട്. അടുത്തായി നമ്മുടെ ഹെഡ്ഫോൺ ഇവിടെ ഉണ്ട്. നമ്മുടെ ലെഫ്റ്റും റൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഫിനിഷിംഗ് ആയി നല്ലൊരു ഡിസൈനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ബോക്സിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ബോക്സിനുള്ളിലായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു ടൈപ്പ് സി ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്, ഡാറ്റ കേബിൾ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സിൻ്റെ ചാർജിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കുറച്ച് ഇയർബഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓരോ ചെവിക്ക് അനുസരിച്ചിട്ടുള്ള വലുപ്പത്തിനുള്ള ഇയർബഡ് ഉണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. ഈ ഒരു ഹെഡ്ഫോണിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൗണ്ടിനെ കുറിച്ച് നോക്കാം. നല്ല രീതിയിലുള്ള ബാസും ട്രബിളും നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ബാസാണ് കൂടുതലായിട്ട് എടുത്തു നിൽക്കുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ടച്ച് കൺട്രോൾ ആണ് ലഭിക്കുന്നത്. റൈറ്റ് സൈഡിലെ ഹെഡ്ഫോൺ എടുത്തിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സോങ് പോസ് ആവുകയും ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സോങ്ങിലേക്ക് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ഇതിൽ നമ്മൾ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോൾ പോസ് ആവുകയും ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ പ്രീവിയസ് സോങ്ങിലേക്ക് പോവുകയും ചെയ്യും. ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ബിൽഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ബിൽഡ്, പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫിനിഷിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലൂടൂത്തായിട്ട് പെയർ ചെയ്യുന്ന സമയത്ത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ബാറ്ററിയെ കുറിച്ച് നോക്കാം. ബാറ്ററിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്ലേ ബാക്ക് ടൈമായിട്ട് നമുക്ക് 6 hours ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് ലഭിക്കും. ടോക്ക് ടൈമായിട്ട് നമുക്ക് 3 hours 30 minutes ആണ് നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുക എന്നാണ് കമ്പനി പറയുന്നത്. ഈ ഒരു ഹെഡ്ഫോൺ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഈ ഒരു ബോക്സ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ബോക്സ് ഒരു പവർ ബാങ്ക് പോലെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെഡ്ഫോൺ നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ ഹെഡ്ഫോൺ നമ്മൾ ഈ ഒരു കേസിൽ നിന്ന് ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കേസിൽ ചാർജ് കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ് കേബിൾ, ഡാറ്റ കേബിൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഹെഡ്ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും. ഹെഡ്ഫോൺ നമുക്ക് ബ്ലൂടൂത്ത് വെർഷൻ 5.0 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹെഡ്ഫോൺ ചാർജിങ്ങിനായിട്ട് ഈ ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നത് 1 hour അതുപോലെ തന്നെ ഈ ഒരു കേസ് യൂസ് ചെയ്യുന്നത് 2 hours. ഈ ഹെഡ്ഫോണിൽ നമുക്ക് വോയിസ് അസിസ്റ്റന്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ആപ്പിൾ ഡിവൈസ് ആണെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ സിരി ഓൺ ആവുകയും ആൻഡ്രോയിഡ് ഡിവൈസ് ആണെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റന്റ് ഓൺ ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഹെഡ്ഫോണിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടനെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നന്ദകിഷോർ സൈനിങ്.